ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും സഭയോടായിരിക്കാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. അതിനായിട്ട് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും സഭയ്ക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയെല്ലാം അറിയിക്കും. കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് വരാനുള്ള പ്രയാസമുണ്ട്. അത് വേറൊന്നുമല്ല, രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഓടിപ്പിടിച്ച് വരേണ്ട കാര്യമാകുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്. ഇപ്പോൾ വരുന്ന മഴക്കാലമൊക്കെയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ വരവ് കുറച്ച് കുറയും. അത് ആരും ഒന്നും കുറ്റം പറയാനൊന്നും നിൽക്കണ്ട. ഈ മഴയും മറ്റു പ്രയാസമുള്ളത് കാരണം രാവിലെ എഴുന്നേൽക്കാനും ബസ് പിടിക്കാനും ഓടാനുള്ള തിരക്കൊക്കെ കാരണം അവിടെ തന്നെ ഞങ്ങൾ വീണ്ടും വല്ലതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രശ്നമുണ്ട്. അപ്പോൾ നായിൻ്റെ കഴുത്തിൽ ബെൽറ്റ് കെട്ടിയിട്ടുള്ളതുപോലെ ഒരു ബെൽറ്റ് ഞാനും കെട്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നത്. ഇതൊക്കെയുണ്ട് പ്രശ്നം. അപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ ഞങ്ങളവിടെ ഉണ്ടാവും എന്നുള്ളതിൽ നിങ്ങൾ ഓർക്കുക. അങ്ങനെ ഒരിത് പറഞ്ഞ് ഇന്നത്തെ ആചാരയ്ക്ക് നോക്കുമ്പോൾ പറയേണ്ട കാര്യമെല്ലാം മിക്കവാറും സാറ് പറഞ്ഞു കഴിച്ചു. ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വല്ലതും നിൽക്കാം എന്ന് വേണമെങ്കിൽ നോക്കാം. മുഖ്യമായിട്ടും സാറ് പറഞ്ഞിട്ടുള്ള കാര്യം ഓർക്കുമ്പോൾ 7-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് സാറ് പറഞ്ഞു കഴിഞ്ഞു. ചേറ്റിൽ കിടന്നിരുന്നു, കുഴിയിൽ കിടന്നിരുന്നു, അത്രയും പാപത്തിൻ്റെ പടുകുഴിയിലായിരുന്നു നമ്മൾ എന്നെല്ലാം പറഞ്ഞു. അതിൽ നിന്നെല്ലാം വിടിവിച്ച് ഇന്ന് ദൈവരാജ്യത്തിൽ ആക്കി വച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ എത്ര മാത്രം നമ്മളെ ഉയർത്തിയിട്ടുണ്ട് ദൈവം എന്നുള്ള കാര്യം വളരെ പ്രസക്തമായിട്ട് ചിന്തിക്കേണ്ടതാണ്. എനിക്ക് നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവിടെ എനിക്കൊരു തോന്നലുണ്ട്, എന്നേക്കാൾ വലിയ ആൾക്കാരായിരുന്നല്ല, നിങ്ങളെക്കാളൊക്കെ യോഗ്യനാണ് ഞാൻ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പോൾ അതുപോലെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പലപ്പോഴും ഒരു വിശ്വാസിയുടെ നിലവാരം നോക്കുമ്പോൾ നമുക്ക് അപ്രകാരം ഉണ്ട് എന്ന് കാണാൻ കഴിയും. കാരണം നമ്മൾ പഴയതെല്ലാം മറന്നു, പുതിയ സൃഷ്ടിയാക്കി ദൈവം മാറ്റി എന്നെല്ലാം പറയുമെങ്കിലും വേദപുസ്തകത്തിൽ പറയുന്നത് തന്നെ പറയുന്നത്, സ്വയം പറയുന്നതല്ല. എങ്കിലും എൻ്റെയൊക്കെ ഭാവം നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പുതിയ സൃഷ്ടിയായി എന്നോ അങ്ങനെ വല്ലതൊക്കെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊക്കെ അങ്ങനെ വിചാരിക്കുമെന്ന് എനിക്ക് യാതൊരു തോന്നലുമില്ല. ഇത് തന്നെയാണ് മിക്കവാറും ആൾക്കാരുടെ അവസ്ഥ. ഒരു മാറ്റമില്ല. പുതിയ സൃഷ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതാവും, ദൈവരാജ്യത്തിലാണ് എന്നൊക്കെ പറയും, പ്രസംഗിക്കുകയും ചെയ്യും. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ അതാണ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാവം നോക്കിയാൽ, പിന്നെ അയാളേക്കാൾ യോഗ്യനാണ് ഞാൻ എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത് ഇവിടെ. എന്നാൽ ഈ ചിന്ത ഉള്ള മനുഷ്യരോട് കർത്താവ് പറഞ്ഞത് നമ്മുടെ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഇരിക്കട്ടെ എന്ന് പറയും. പറഞ്ഞത് ക്രിസ്തു യേശുവിലാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നതും, അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ലോകത്തിലുള്ള എല്ലാവരും ഇരിക്കുന്നതും ക്രിസ്തു യേശുവിലാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. വേറെ വഴിയില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ അവരുടെയെല്ലാം ഭാവം എന്താണ്? അവരുടെയെല്ലാം വിചാരം എന്താണ്? മനസ്സിലിരിപ്പ് എന്താണ്? ആദ്യകാലങ്ങളിൽ ഉണ്ടായിരിക്കാം, സ്നാനപ്പെട്ട സമയത്തൊക്കെ നമുക്ക് ഓരോരുത്തരും വിചാരിച്ചിരിക്കുന്നു, ഞാൻ വലിയ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ഞാനിപ്പോൾ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ക്രമേണ അതങ്ങോട്ട് തണുത്തു പോകുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. പല കാര്യങ്ങൾ നമ്മൾ പറയും. ഈ പല കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് സ്വയം
പ്രതിരോധിക്കുക, അതായത് മറ്റുള്ളവരുടെ ചോദ്യത്തെ പ്രതിരോധിച്ച് അത് തകർക്കുക അല്ലെങ്കിൽ ഒരു തർക്കമുണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ് അതിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം അതിൽ പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാവണം. ക്രിസ്തുവിൽ ഭാവം എന്തെല്ലാം ഉണ്ടായിരുന്നു? ആ ഭാവം ആരിലാണ് ഉണ്ടായിരുന്നത്? വാസ്തവത്തിൽ പറഞ്ഞാൽ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല, എന്നാൽ അവിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. വേദപുസ്തകത്തിലെടുത്ത് നോക്കിയാൽ ഒരുപാട് ആൾക്കാർ ക്രിസ്തുവിലേക്ക് വന്നു. ആ ക്രിസ്തുവിലേക്ക് വന്നിട്ടുള്ളവർ എല്ലാവരും തന്നെ ക്രിസ്തുവിൻ്റെ ഉള്ളവരായിരുന്നു എന്നുള്ളതിന് യഥാർത്ഥം. എന്നാൽ ദൈവം, നമ്മളെ സൃഷ്ടിച്ച ദൈവം തന്നെ ആദ്യം എന്താ പറഞ്ഞത്? അവസാനമല്ല പറഞ്ഞത്, ആദ്യം എന്താ പറഞ്ഞത്? മനുഷ്യനെ സൃഷ്ടിച്ചു, എല്ലാം ഉണ്ടാക്കി, നല്ലത് 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 എന്ന് പറഞ്ഞു. അവസാനം അത് ഇങ്ങോട്ട് വന്ന സമയത്ത് നോക്കുമ്പോൾ എന്തിനാടാ ഇവരിനെയൊക്കെ ഉണ്ടാക്കിയത് എന്ന് മൂപ്പർ തന്നെ അനുഭവിച്ചു. വേണ്ടിയിരുന്നില്ല പണി എന്ന് തോന്നി. നോക്കുക, അപ്പോൾ ദൈവം ഉണ്ടാക്കിയ മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തിന് വിരോധമായി ചെയ്തിട്ടുണ്ടാവണം. ദൈവം തന്നെ അത്രത്തോളം വെറുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പാട് പറയണമെങ്കിൽ, ആ ദൈവത്തിന് വിരോധമായിട്ട് ഈ മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കണം. നമ്മൾ പലപ്പോഴും ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ദൈവത്തിന് വിരോധമായിട്ട് ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, നമ്മൾ എണ്ണി നോക്കാൻ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എണ്ണി നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള ചിന്ത നമുക്ക് വന്നിട്ടില്ല. അതൊരു തെറ്റാണ് എന്നോ പാവമാണ് എന്നോ ദൈവത്തിന് വിരോധമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേയില്ല. അവിടെയും ഉൽപ്പത്തി കാലത്ത് ദൈവം പറഞ്ഞ ഒറ്റ വാക്കുള്ളൂ, തിന്നണ്ടെന്നേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. ഒറ്റ കാര്യം അവർ തിന്നണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കിട്ടിയ പാടെ അങ്ങോട്ട് തിന്നാനാണ് കൊണ്ട് എല്ലാവർക്കും എന്തും തിന്നണം എന്നുള്ളൊരു ആഗ്രഹമേ നമുക്കുള്ളൂ. ആ തിന്നുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഭക്ഷണ പദാർത്ഥം എന്ന് മാത്രം ഇതാകണ്ട. അടുത്തുള്ള മനുഷ്യനെ അടക്കം എന്തെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലും പറഞ്ഞാൽ അവനെ അടക്കം നമ്മൾ തിന്ന് ഒരു മൂലയ്ക്ക് കൂട്ടും. അങ്ങനെയുള്ള സ്വഭാവമായിരുന്നു എന്ന് കാണാം. ഇതേ തന്നെയാണ് നമ്മളെ ഡെയിലി ജീവിതത്തിൽ നമ്മൾ വരുന്നുണ്ട്. പല പ്രവർത്തനങ്ങൾ നമ്മൾ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും, ജോലി സ്ഥലത്തും ജോലിക്കാരുടെ ഇടയിലും അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനിടയിലൊക്കെ നമ്മൾ ഒരുപാട് ദൈവത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും. നമ്മൾ സാധാരണ ഇതിൽ പറയും, അതൊക്കെ എന്താ ഒരു ചെറിയ കാര്യമല്ലേ എന്ന്. അപ്പോൾ ദൈവത്തിന് മുമ്പാകെ പാപം എന്ന് പറയുന്നത് ചെറിയ കാര്യം എന്ന് പറഞ്ഞിട്ടോ വലിയ പാപം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ചെയ്തത് തന്നെയാണ്. അത് പാപം പറഞ്ഞാൽ പാപം തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തോട് മനുഷ്യൻ മറുതലിച്ചപ്പോൾ ദൈവത്തിന് അനുതാപം മാത്രമല്ല ഉണ്ടായത്, ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖമുണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ആ ഹൃദയത്തിൻ്റെ ദുഃഖമുണ്ടായി എന്ന് പറയുമ്പോൾ ആ ഹൃദയത്തിലുള്ള വേദന അല്ലെങ്കിൽ ആ ദുഃഖത്തിൻ്റെ അളവ് എത്ര വലുതായിരിക്കും എന്നുള്ളത്. നമ്മൾ മനുഷ്യന്മാർ സാധാരണഗതിയിൽ ഇപ്പോൾ ആരെയും ശരി, നമ്മുടെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർ എന്ന് പറയുന്ന ആൾക്കാർ എന്ന് പറയുന്നതാണ് നമ്മൾ വേർപാട് കാണുന്നത്. അവർ കൂടെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയാലും നമുക്ക് ദുഃഖമുണ്ടാവും. പക്ഷെ ആ ദുഃഖം എത്ര ദിവസമുണ്ട്, എത്ര മണിക്കൂറുകളുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം, ഇല്ലേ? ഇപ്പോൾ പല കുടുംബത്തിൽ മരണങ്ങൾ സംഭവിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ വേർപാട് പറയുന്നത്, ദുഃഖം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ പറയുന്നത്. അതിനേക്കാൾ വലിയ ദുഃഖമൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആ ദുഃഖം നമ്മളെ ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ട് എങ്കിൽ അത് എത്ര മണിക്കൂറുകൾ നിൽക്കുന്നുണ്ട് എന്ന് നോക്കണം. അത്രയേ ഉള്ളൂ, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, ദിവസങ്ങൾ കൂടിയില്ല. ശരിക്കും ആ മണിക്കൂറുകൾ മാത്രം. കാരണം പലപ്പോഴും നമ്മൾ കണ്ട് ഒരു കുഴിച്ചിടുന്ന സമയം വരെ മാക്സിമം, ആ കുഴിച്ചിട്ട് കഴിഞ്ഞ് പൊടിയും തട്ടി എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നൊക്കെ കഴിഞ്ഞു. കാരണം അവരുടെ ഹൃദയത്തിൽ ആ ദുഃഖം എന്ന് പറയുന്നതിന് മാഞ്ഞു പോയി കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു. പിന്നൊന്നും ദുഃഖമൊന്നും പറയുന്നുമില്ല. പിന്നെ എല്ലാം സാധാരണ ജീവിതത്തിലേക്ക് എല്ലാ മനുഷ്യന്മാരും കടന്നു പോകുന്നു. പക്ഷേ ഇവിടെ ദുഃഖമുണ്ടായ ദൈവം തൻ്റെ സൃഷ്ടിയെ വീണ്ടും തന്നിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ടാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന
ആളിനെ ഇങ്ങോട്ട് അയച്ചത് എന്ന് കാണും. അപ്പോഴും തൻ്റെ ദുഃഖം അതോടുകൂടി തീർന്നില്ല. ആ ഹൃദയത്തിന് അത്രമാത്രം വേദന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഹൃദയത്തിന് വല്ല ദുഃഖം ഉണ്ടാകുന്നുണ്ടോ? അല്ല, ഉണ്ടായത് മാതിരി നമുക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല, ദുഃഖം ഉണ്ടാകും എന്നുള്ളതെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മളതിനെപ്പറ്റി ഓർക്കുന്നില്ല, നമ്മളതേപ്പറ്റി ചിന്തയുമില്ല. ഇത് വലിയ ദുഃഖത്തിന് കാരണമാകും, അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത്. സാധാരണ കൈകാലിലെ വേദനയോ മുറിവോ അങ്ങനെയൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടായാൽ അതൊരു ദുഃഖമായിട്ടിരിക്കും. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ അതിനോട് പൊരുത്തപ്പെട്ട് നമ്മൾ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാവമാണ് നമ്മളിലുള്ളത്. അതായത് എല്ലാതും താൽക്കാലികം എന്നുള്ള രീതിയിലുള്ളത്. സത്യസന്ധമായിട്ടുള്ള അതാ അനുതാപത്തോടു കൂടിയുള്ള ഒരു ഭാവം നമ്മളിൽ ഇല്ല. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത് ഇപ്പം എങ്ങനെയാണ് നോക്കുക. ഞാനും സുവിശേഷമൊക്കെ കേട്ട് ആ സുവിശേഷം കേട്ട് അതിലൂടെ നീ ഭാവിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതായ സമയത്തൊന്നും ആദ്യമൊന്നും എന്തെങ്കിലും വലിയ ചൂടൊന്നുമില്ല. എന്തോ പറഞ്ഞു പോയെന്ന് പറഞ്ഞൊക്കെ കിട്ടും. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പക്ഷേ അപ്പോഴും എനിക്ക് നീ പാപിയാണ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിനോട് എനിക്ക് യോജിക്കാൻ വളരെ പ്രയാസമായിരുന്നു. പിന്നെ അതിനിടയിൽ കൊണ്ടുവന്ന ഒരു ചെറിയ സ്പിരിറ്റ് കയറ്റി നിത്യജീവൻ കിട്ടും, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോകാൻ ഇതൊരു വഴിയുള്ളൂ, അങ്ങനെയാണ് നീ യേശു ക്രിസ്തുവിലേക്ക് വരേണ്ടത്, അങ്ങനെ വന്നാൽ അതിനാണ് യേശു ക്രിസ്തുവിലേക്ക് വരേണ്ടത് വന്നപ്പോൾ അപ്പോൾ ചെറുതായിട്ട് എനിക്കൊന്ന് ചൂടായി. ചത്തു കഴിഞ്ഞാൽ എൻ്റെ ആചാരപ്രകാരം കൊണ്ടിട്ട് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ കൊണ്ട് കത്തിക്കലോ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെക്കുറിച്ചൊന്നും അതിൻ്റെ അപ്പുറമൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് ഓർത്ത് ചത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടില്ലേ, സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക്. അപ്പം നരകത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അന്ന് കുട്ടിക്കാലത്ത് തന്നെ അതാത് അഗ്നിയാണ്, അവിടെ പാമ്പുണ്ടാവും, പുഴുണ്ടാവും, അതൊക്കെ പിടിച്ച് തിന്നുള്ളൂ, പാപം ചെയ്യാൻ പാടില്ല. അപ്പോൾ അമ്മ അങ്ങനെ ഇടയ്ക്കൊക്കെ പറയും, കുറുമ്പ് കാണിക്കുമ്പോഴൊക്കെ. അത് ഒരു ഇതായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നരകം പറഞ്ഞാൽ അങ്ങനെ മോശമായിട്ടുള്ള സ്ഥലമാണ് എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ സ്വർഗത്തെക്കുറിച്ച് എനിക്കൊന്നും വലിയ ബോധമൊന്നുമില്ല. അപ്പോഴാണ് ഈ സുവിശേഷം കേട്ടപ്പോൾ അങ്ങനെ പോയാൽ സ്വർഗം കിട്ടുമില്ലേ, എന്നാൽ പിന്നെ ആയിക്കളാം എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നു. ആ ചിന്തയിലൂടെയാണ് ഞാൻ വാസ്തവമായിട്ട് എന്നാൽ പിന്നെ യേശു ക്രിസ്തുവിനെ നമുക്കൊന്ന് നോക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ പാപിയാണെന്നോ എനിക്ക് പാപമോചനം ലഭിക്കുമെന്നോ അത് ലഭിച്ചാൽ മാത്രമേ നീ സ്വർഗത്തിൽ പോവുള്ളൂ എന്നോ ആ പാപം പറഞ്ഞ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും യഥാർത്ഥമായിട്ട് എനിക്ക് ധാരണയില്ല. അതുകൊണ്ട് എന്ത് പറ്റി കഴിഞ്ഞാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ ശേഷവും അങ്ങനെ വലിയ ബോധമൊന്നുമില്ല. ഞാൻ ഭാവിയായിരുന്ന നമ്മൾ വായിച്ച പോലെ ചേറ്റിൽ കിടന്നിരുന്നു, പാതാളത്തിൽ കിടന്നിരുന്നു. അങ്ങനെയുള്ള ചിന്തയൊന്നും എൻ്റെ മനസ്സിൽ വന്നിരുന്നില്ല. അങ്ങനെയുള്ള ഒരാളായിട്ടുള്ള ഭാവവും എന്നിൽ ഉണ്ടായിരുന്നില്ല, മനസ്സിലുണ്ടായില്ല. ഇത് തന്നെയാണ് ഇന്നും അനേകം വിശ്വാസികളുടെ മനസ്സിലുള്ളത്. താൻ്റെ പഴയ അവസ്ഥ, താൻ ചേറ്റിൽ കിടന്നിരുന്നു, താൻ പാപിയായിരുന്നു, യാതൊരു വഴിയില്ലാതെ നരകത്തിൽ പോകേണ്ട അവസ്ഥയിൽ, പിശാചിൻ്റെ പിടിയിൽ കിടന്ന അവസ്ഥയിൽ, അതിൽ നിന്ന് രക്ഷിക്കാൻ ആരുമില്ലാതിരുന്നു എന്നുള്ള ചിന്തയൊന്നും ഇപ്പോൾ ആർക്കുമില്ല. കാരണം ആ പഴയതിനെ കുറിച്ചിട്ടുള്ള ആ പഴയ നിലയിൽ ഉള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ പുതിയ അവസ്ഥയിലേക്കുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ കഴിയും. ഈ പറയുന്ന കാരണവന്മാർ പറയുന്ന പോലെ, അല്ലെങ്കിൽ ചിലർ പറയുന്ന പോലെ അവൻ ജനിക്കുമ്പോഴേ സ്വർണ്ണക്കരണ്ടി വായിൽ വെച്ചിട്ടാണ് ജനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അവന് അറിവില്ലായിരുന്നു എന്ന് കാണാൻ കഴിയും. എന്നാൽ വേദപുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നവർ മുഴുവൻ തന്നെ അവരെ സ്വയം മനസ്സിലാക്കിക്കൊണ്ട്, തങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട്
താൻ പാവിയാണ്, അല്ലെങ്കിൽ പാവത്തിൻ്റെ പിടിയിൽ കിടന്നവനാണ്, മോക്ഷം കിട്ടണം എന്നുള്ള ഒരു വാഞ്ചയോടുകൂടി മാത്രമാണ് അവർ കടന്നു വന്നിട്ടുള്ളത് എന്ന് നോക്കാൻ കഴിയും. എല്ലാ മനുഷ്യന്മാരും കർത്താവ് ആർക്കൊക്കെ സൗഖ്യം കൊടുത്തോ ആ സൗഖ്യപ്പെട്ടവർ മുഴുവൻ തന്നെ ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു, ഈ പാവം മൂലമാണ് എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടായത്, ഇതിന് മോചനം കിട്ടണം പറഞ്ഞാൽ, സൗഖ്യം കിട്ടണം പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു അവർ ഓരോരുത്തരും വന്നുകൊണ്ടിരുന്നത് എന്ന് കാണാൻ കഴിയും. ആ വന്നവർ മുഴുവൻ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ഭാവം തന്നെയാണ് അവരിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത്. കാരണം നമ്മൾ മറ്റ് വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ യേശു സ്വർഗത്തിൻ്റെ അവകാശിയായിരുന്നെങ്കിലും ദൈവമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ഭൂമിയിൽ കടന്നു വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ താൻ എത്ര ഉയർന്ന സ്ഥിതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം. ആ യേശു ക്രിസ്തു താഴ്ന്ന രൂപമെടുത്തൊരു ദാസനായിട്ട് ഭൂമിയിലേക്ക് വന്നു വരുമ്പോൾ എത്രമാത്രം തന്നെ താഴ്ത്തിക്കൊണ്ടാണ് താൻ പിതാവിന് കീഴടങ്ങി ഭൂമിയിൽ വന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ യേശു ക്രിസ്തുവിനടുത്തേക്ക് വരുന്നവർ ആ ഒരു ചിന്താഗതിയിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഉദാഹരണത്തിന് പല കാര്യങ്ങൾ പറയാം. ഞാൻ ചില കാര്യങ്ങൾ ചില അധ്യായങ്ങളിൽ നിന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കാം, നിങ്ങളെ കാണിക്കാം. ഒന്ന്, ദൈവം കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ കനാനിലെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. കനാനിലെ കല്യാണത്തിൽ പോകുമ്പോൾ അവിടെ മറിയ യേശുവിനോട് പറയുന്നു ആ കുടുംബത്തിൻ്റെ കാര്യം വളരെ കഷ്ടപ്പാട് നിറഞ്ഞ കാര്യമാണ്. കാരണം അവിടെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി, ഇനി ഒരു നിവൃത്തിയില്ല എന്നുള്ള ഒരു രീതിയിലാണ് മറിയ യേശുവിനോട് പറയുന്നത്. നോക്കുക, ഇത്ര വലിയ ഒരു കല്യാണത്തിൻ്റെ അവസരമാണ്, നല്ല ഫസ്റ്റ് ക്ലാസ് ഭക്ഷണങ്ങൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു കഴിക്കാനും കുടിക്കാനുമായിട്ട്. പക്ഷേ തീർന്നു പോയി, അതോടുകൂടി കാര്യം കഴിഞ്ഞാൽ. നമ്മൾ നോക്കുക, ഒരു പരിപാടി നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ആൾക്കാരെയൊക്കെ വിളിച്ച് എല്ലാവരും ക്ഷണിച്ചവരൊക്കെ വന്ന് നോക്കുമ്പോൾ അവസാനം കഴിക്കാനും ആഹാരമില്ല പറഞ്ഞിട്ട് എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന്, അനുജത്തിൻ്റെ കല്യാണത്തിന് പാലക്കാട് പോയപ്പോൾ ആ ഒരു അവസ്ഥ എനിക്കുണ്ടായി. എനിക്ക് മാത്രമല്ല, ഞങ്ങളൊരു ഗ്രൂപ്പ് ഒരു 4-5 പേരുണ്ടായിരുന്നു, അവർക്കൊപ്പം ഉണ്ടായി. ഞങ്ങൾ ലോകിക്കാരായത് കാരണം ഞങ്ങൾക്കത് പ്രശ്നമായില്ല. പക്ഷേ ആ കല്യാണത്തിന് വിളിച്ച അവന് ഭയങ്കര ഷോക്കായിപ്പോയി. അവൻ പറഞ്ഞു, സുന്ദരേട്ടാ പറ്റിപ്പോയി, സുന്ദരേട്ടാ എന്താ ചെയ്യുന്നത്, നീ വിടറാ, നമുക്ക് അടുത്ത ഹോട്ടലിൽ നിന്ന് അതൊക്കെ പോയി ചോദിക്കാതെ നീ കാര്യം വിടുക പറഞ്ഞു. പക്ഷേ അവന് ഭയങ്കര ക്ഷേമോ മാത്രമല്ല, അത്രയും കാശ് ചിലവാക്കി വന്നിട്ടുള്ളതിന് ഒരു പ്രയോജനമില്ലാതെ പോയല്ലോ, അത്രമാത്രം മറ്റുള്ളവർ മുമ്പിൽ താഴ്ന്നു പോയല്ലോ എന്നുള്ളൊരവസ്ഥ. ഇവിടെ ഈ കല്യാണത്തിന് നോക്കുമ്പോൾ ആ ധനവാൻ നല്ലപോലെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചു. അവസാനം നോക്കുമ്പോൾ തികയാതെ വന്നു എന്നുള്ളത് നോക്കുക. ആ തികയാതെ വന്നു എന്ന് ഉള്ള അവസ്ഥയിൽ വന്നപ്പോഴാണ് മറിയ തൻ്റെ പുത്രനോട് പറയുന്നത്. നോക്കുക, ആദ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. ആ കുടുംബത്തിൻ്റെ പരാധീനത സമ്മതിക്കുകയാണ്, ഒന്നുമില്ല എന്നുള്ള അവസ്ഥ. ഇവിടെ നമ്മൾ ക്രിസ്തുവിലേക്ക് വരുന്ന സമയത്ത് സുവിശേഷമൊക്കെ കേട്ട് സ്നാനപ്പെടുന്നതിന് മുമ്പ് വരെയും നമ്മളങ്ങനെ ചിന്തിച്ചിരുന്നു. നമ്മൾ എത്രമാത്രം വലിയ ആൾക്കാരായിരുന്നു അതുവരെയും. അപ്പോഴും ശരി, ഇപ്പോഴും ശരി, എപ്പോഴും ശരി. നമുക്കൊരു ചിന്തയുണ്ടായിരുന്നോ, ഒന്നുമില്ലായെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നു. എന്താ ചെയ്യുക കർത്താവെ? അവസാനം കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ മാത്രമാണ് കാര്യങ്ങൾ നടന്നത് എന്നത്. ആ ഒരു ചിന്ത ഇന്ന് നമുക്ക് ദൈവരാജ്യത്തിലിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മളുടെ പഴയ ഭാവം എവിടെ പോയി, പുതിയ ഭാവം എവിടെ പോയി? അല്ലാതെ രണ്ടും ഇപ്പോഴും ആ പഴയ മാതിരി തന്നെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കുക. പക്ഷേ ആ പഴയ ഭാവം വിട്ടുകൊണ്ട് അവൻ പുതിയ ഭാവത്തിലേക്ക് തന്നെ താഴ്ത്തി ഇറങ്ങി വന്നുകൊണ്ട് ആ കുടുംബം അന്ന് രക്ഷപ്പെട്ടു. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രക്ഷയല്ലെങ്കിലും മാന്യമായിട്ട് ആ കല്യാണം നടന്നു, അല്ലെങ്കിൽ ഇതെല്ലാം നടന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അടുത്ത് അതേപോലെ തന്നെ നോക്കുന്ന സമയത്ത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്കാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുള്ളത്. അവിടെ വരുന്ന സമയത്ത് 2 കാര്യങ്ങൾ നമുക്ക് 7-ാം അധ്യായത്തിൽ നിന്ന്
ചില അധ്യായങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാര്യങ്ങൾ നമുക്ക് നോക്കാം. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു ശതാധിപൻ്റെ കാര്യം പറയുന്നു. ശതാധിപൻ്റെ ദാസൻ. ശതാധിപനും വിശ്വാസിയൊന്നുമല്ല, സാധാരണ ജാതിയിൽപ്പെട്ടിട്ടുള്ളവനാണ് അവൻ. പക്ഷേ അവൻ്റെ ദാസന് അസുഖം വന്ന സമയത്ത് അവൻ ആദ്യമായിട്ട് ഓടിയത് യേശു ക്രിസ്തുവിലേക്കാണ്. നോക്കുക, അവൻ പറയുന്ന കാര്യമുണ്ട്, എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ, അവരോട് പറഞ്ഞാൽ പോയി ചെയ്യും. പക്ഷേ അതല്ല എനിക്ക് വേണ്ടത്. ഞാൻ എൻ്റെ ദാസൻ, അത് സ്വന്തം കാര്യത്തിന് വേണ്ടി കൂടി ആയിരുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അവൻ നോക്കുക, ഞാൻ വലിയൊരു ശതാധിപനാണ്, വലിയൊരു പട്ടാള ഉദ്യോഗസ്ഥനാണ് എന്നുള്ള ഭാവം വെടിഞ്ഞുകൊണ്ട് തൻ്റെ വേലക്കാരന് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് താഴ്ച നോക്കുക. ആ താഴ്ചയിലാണ് യേശു ക്രിസ്തു പ്രസാദിച്ചു, അവൻ്റെ ദാസന് സൗഖ്യം കൊടുത്തു എന്ന് കാണാൻ കഴിയും. എവിടെ താഴ്മ വരുന്നുണ്ടോ അവിടെയാണ് തൻ്റെ ഭാവം മാറ്റി അവൻ ശതാധിപൻ. ഞാൻ വലിയ ആളാണ് എന്നുള്ള ഒരു ഭാവം അവനുണ്ടായിരുന്നു. എന്നാൽ ആ ഭാവം മാറ്റിയതുകൊണ്ട് അവൻ്റെ ദാസൻ രക്ഷപ്പെട്ടു. അവനല്ല രക്ഷപ്പെട്ടത്, നോക്കണം. അവൻ്റെ ദാസന് വേണ്ടിയിട്ടാണ് ഈ ശതാധിപൻ അവൻ്റെ പഴയ ആ ഭാവം തന്നെ മാറ്റി ദാസനായിട്ട് മാറി എന്ന് കാണാൻ കഴിയും. അവൻ്റെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പണിക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പണിക്കാരുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, എത്ര പേർക്ക് പണിക്കാരുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും നോക്കുക, നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു പണിക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പണിക്കാരൻ ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് കിടക്കണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണിക്കാരന് വേണ്ടി നമ്മൾ ദിവസത്തിൽ ചുരുങ്ങിയത് 2 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കുമോ? അതിനുള്ള സമയം കണ്ടെത്തിയിട്ടുണ്ടാവുമോ? നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ട് പലർക്കും. ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടെങ്കിലും ദൈവം വാകെ നമ്മളുടെ ഭാവങ്ങളെ മാറ്റി താഴ്മ ധരിച്ചുകൊണ്ട് നമ്മൾ ദൈവസേനയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമോ? എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ആർക്കൊക്കെ വേണ്ടിയിട്ട് 1-2 തവണയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളൂ, ദിവസമൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം ആ ഒരു വിചാരം തന്നെ എനിക്കില്ലേ, പ്രാർത്ഥിക്കണം എന്നുള്ള വിചാരം തന്നെ ഇല്ല. പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി? അപ്പോൾ എൻ്റെ ഭാവം എവിടെയുണ്ട്? പഴയ ഭാവത്തിൽ തന്നെ നിൽക്കുന്നു, പുതിയ ഭാവത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല എന്ന് കാണാം. ഇതേപോലെ എത്രയോ വിശ്വാസികൾ നമ്മുടെ ഇടയിൽ കാണാം. പല കാര്യങ്ങൾ പറയും, സമയമില്ല, എല്ലാം നമ്മൾ വേദവചനത്തിൽ നിന്ന് എന്ത് പറഞ്ഞാലും തന്നെ അതിനെ എതിർക്കുക എന്നുള്ളൊരു മനോഭാവമുണ്ട്. ആ മനോഭാവമാണെന്ന് നമ്മൾ മിക്കവാറും എല്ലാവർക്കും ഉള്ളത്. അല്ലാതെ അതനുസരിക്കുക എന്നുള്ള കാര്യമില്ല. അതേപോലെ തന്നെ അതേ അധ്യായത്തിൽ വരുന്ന സമയത്ത് ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സ്ത്രീ അതേപോലെ തന്നെ ആ ഏതോ ഒരു ലെവലിൽ ജീവിച്ച സ്ത്രീയാണ്. അവർ സ്വന്തം ബന്ധം, കുടുംബം കണ്ട് സുഖസൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ സ്ത്രീയും അവിടെ ചെയ്ത് യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുകയാണ് ചെയ്തത്. തനിക്ക് എല്ലാവിധമായിട്ടുള്ള സുഖസൗകര്യങ്ങളോ ആൾബലമോ എല്ലാം ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ആ സ്ത്രീയും അവരെക്കുറിച്ചിട്ടുള്ള ബോധമുണ്ട്. തനിക്ക് ഈ നിലയിൽ ജീവിച്ചാൽ പോരാ എന്നുള്ളത് മനസ്സിലാക്കി ആ സ്ത്രീയും ആ പഴയ വിചാരങ്ങളെല്ലാം വിട്ടുകൊണ്ട് യേശുവിൻ്റെ കാൽക്കല്ലിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ആ സ്ത്രീയും അതുപോലെ തന്നെ തൻ്റെ പഴയ ഭാവങ്ങൾ വിട്ടുകൊണ്ട് പുതിയ ഒരു ഭാവത്തിലേക്ക് താഴ്ന്നിറങ്ങി വന്നു, യേശുവിൻ്റെ കീഴിലിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞൊരു വാക്കാണ്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷിച്ചു എന്നല്ല, അല്ലെങ്കിൽ രക്ഷിക്കും എന്നല്ല, രക്ഷിച്ചിരിക്കുന്നു. അപ്പം നോക്കുക, ആ ഒരു സ്ത്രീ തൻ്റെ പഴയ വിചാരങ്ങളെല്ലാം വിട്ട്, പഴയ ഒരു ഉന്നത ഭാവമുണ്ടായിരുന്നു, ആ ഭാവമെല്ലാം വെടിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം പറഞ്ഞ് അവളുടെ പാവങ്ങളെല്ലാം മോഹിച്ചു കൊടുത്തു. മാത്രമല്ല അവൾക്ക് കൊടുത്ത അംഗീകാരവും കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെയും വന്നിട്ടുള്ള ആ സ്ത്രീയുടെ കീഴിൽ നിന്ന് വന്നിട്ടുള്ളൂ. ആ സ്ത്രീ ഒരു വിശ്വാസിയൊന്നും അല്ല, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യയോ അല്ല, പിന്നീടാണ് ശിഷ്യയാവുന്നത്. അല്ലെങ്കിൽ യേശു ക്രിസ്തു വലിയ ആൾ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലിരിക്കുന്ന ഒരു സ്ത്രീയൊന്നും ആയിരുന്നില്ല, ഒരു ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ അവരുടെ വിചാരം കൂടി തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക എന്നുള്ളതിന് അവർ മുൻകൈ എടുത്തു എന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ അതിന് മുമ്പ് അതിൽ നോക്കുന്ന സമയത്ത് വേറെ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാര്യം പറയും, 5 അപ്പം 2 മീൻ. അതിൻ്റെ കഥ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടിക്കാലം മുതൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ
കേട്ട് വളർന്നതുമായിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മളിൽ മിക്കവരും. ഈ 5 അപ്പവും 2 മീനും ഒരു ബാലകനാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. ആ ബാലകൻ്റെ വീട്ടുകാർ എന്തിനാണ് അത് കൊടുത്തു വിട്ടതെന്ന് അറിയില്ല. ആ കുട്ടിയുടെ വിശപ്പ് മാറ്റാനായിരിക്കും കൊടുത്തു വിട്ടത് എന്ന് നോക്കുക. അപ്പോൾ യേശുക്രിസ്തുവിനെ കാണാനോ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം കേൾപ്പാനോ ആണ് ഈ കുട്ടിയും വന്നിട്ടുള്ളത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന എത്ര ആൾക്കാരാണ് എന്നുള്ളത് അവർ ഈ 5 അപ്പം 2 മീനും കൊടുത്ത് 5000 പുരുഷന്മാർ മാത്രം 5000 പേരുണ്ട്. അപ്പോൾ എത്ര വലിയ മഹാസമ്മേളനമായിരിക്കണം. അത്ര വലിയ ഒരു കൂട്ടമാണ് അവിടെ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നത്. ഇവരൊന്നും വിശ്വാസികളൊന്നും അല്ല. ഈ 5000 പേര് പുരുഷന്മാരെന്ന് പറയുന്നത് ബാക്കി സ്ത്രീകളുണ്ടായിരിക്കാം, കുട്ടികളുണ്ടായിരിക്കാം. ഇവരൊന്നും തന്നെ വിശ്വാസികളോ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോ ഒന്നുമല്ല. യേശുക്രിസ്തുവിനെ കാണാനും കേൾക്കാനുമായിട്ട് വന്നിട്ടുള്ള ജനം, ജാതികൾ എന്ന് വേണമെങ്കിൽ പറയാം, അവിശ്വാസികൾ എന്ന് പറയാം. ഇനിയും കുറച്ചുകൂടെ കടുപ്പിച്ച് പറയട്ടെ, പിശാചിൻ്റെ മക്കൾ എന്നുള്ള പറയാം. പക്ഷേ ആ ഒരു കുട്ടിയുടെ കയ്യിൽ ആ ഒരു 5 അപ്പവും 2 മീനും അങ്ങോട്ട് കൊടുത്തു വിടണം പറഞ്ഞാൽ ആ വീട്ടുകാരെന്ത് വിചാരിച്ച് ആ കുട്ടിയുടെ അടുത്ത് കൊടുത്തു എന്ന് നോക്കുക. തൻ്റെ മകൻ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പോവുകയാണ്. ശരി, അവൻ പോട്ടെ. അവൻ പോണ സമയത്ത് കയ്യിൽ ഇത് വെച്ച് കൊടുക്കുക. അവൻ അവിടെ പോയിട്ട് വിശക്ക് പിടിക്കുക ചെയ്യുകയാണെങ്കിൽ അവൻ കഴിച്ചോട്ടെ. എന്നാലും ശരി, യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് വിശക്കണു അല്ലെങ്കിൽ വേറെ വല്ല ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ചു വരാൻ പാടില്ല. അപ്പോൾ നോക്കുക, ആ ബാലൻ അവിടെ ചെന്നു. ആ ബാലനെ അയച്ച വീട്ടുകാർ നോക്കുക, യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെന്ന് യേശുക്രിസ്തു പറയുന്നതെല്ലാം കേൾക്കണം. അവൻ ഒരു കാരണവശാലും വിശക്കണു എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാനോ വേറെ കാര്യങ്ങൾ ഇതാകാനോ ആ യേശുവിൻ്റെ സന്നിധി വിട്ട് പോകാനോ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ടത് ചെയ്തു കൊടുത്തു. യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. നോക്കുക, അവരും അവിശ്വാസികളായിരുന്നു. അപ്പോൾ തൻ്റെ കുഞ്ഞിന് ആ കൊടുത്തതുകൊണ്ട് വേറെ അനേകം ആൾക്കാർ ഉപയോഗമായി എന്നുള്ളത് വേറെ കാര്യം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഈ വീട്ടുകാരെ ഈ കുഞ്ഞിനെ പറഞ്ഞു വിടുമ്പോൾ ആ വീട്ടുകാരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഞങ്ങൾ വലിയവരാണ് എന്ന്. അവരുടെ അപ്പനോ അമ്മയും വന്നൊന്നും അറിയില്ല. പക്ഷേ ഈ കുഞ്ഞിൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞിന് ആ വീട്ടുകാർ ഞങ്ങൾ വലിയവരാണ് എന്നും വിചാരിക്കാതെ തങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് തങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ തങ്ങളുടെ കുഞ്ഞ് പോയി അത് കേട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ അയച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. അപ്പോൾ നോക്കുക, തങ്ങൾ വലിയവർ എന്ന് പറഞ്ഞ് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും അവർ. പക്ഷേ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വന്നപ്പോൾ ആ കുഞ്ഞ് നന്നാവണമെന്ന് പറഞ്ഞ് ആ കുടുംബം തന്നെ തന്നെ താഴ്ത്തി ആ കുഞ്ഞിനെ ദൈവസേനയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. നോക്കുക, അവിടെയും ഒരു ജാതിയുടെ താഴ്മയാണ് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കാണുന്നത്. അടുത്ത് വേറൊരു കാര്യം നമുക്ക് നോക്കാം. 8-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കണ്ടു. ഒരു ലെഗിയോൻ പിടിച്ചിട്ടുള്ളവൻ, പിശാച് പിടിച്ചിട്ടുള്ളവൻ. ആ പിശാച് പിടിച്ചിട്ടുള്ളവൻ തന്നെ അവനും അതേ കണ്ടീഷനിലാണ് കിടക്കുന്നത്. അവിടെ നോക്കുക, ആ പിശാച് പിടിച്ചിട്ടുള്ളവന് കാര്യം അറിയാം, ഈ വന്നിട്ടുള്ള ആൾ ആരാണെന്നുള്ളത് അറിയാം. അവൻ പറയുന്നത്, പിശാച് പിടിച്ചിട്ടുള്ള പറഞ്ഞു, നീ ദൈവപുത്രൻ, യേശുവേ മഹാന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്ന് പറയുന്നു. അപ്പോൾ ഈ പിശാച് പിടിച്ചിട്ടുള്ളവൻ നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിറപ്പിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരുത്തനാണ്. യേശുവിൻ്റെ പേര് കേട്ടു അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് കേട്ടു, അവൻ പറയുന്നു ദൈവപുത്ര എന്ന് പറഞ്ഞ് തൻ്റെ പിശാചായ അപ്പനെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അവൻ ഇതിലേക്ക് വരുന്നത്. നോക്കുക, അത്ര കാലം അവൻ അഹങ്കരിച്ച് നടന്നു, എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്ന് നമുക്കറിയില്ല. പക്ഷേ ലെഗിയോൻ പിടിച്ചിട്ടുള്ളവൻ എന്ന് പറയുന്ന സമയത്ത് പിശാച് ബാധിതരായിട്ടുള്ളവൻ എന്തെല്ലാം ചെയ്തു എന്നറിയില്ല. ആ സമയത്ത് അവൻ്റെ വിചാരം അവനെപ്പോലെ വേറെത്തൊന്നുമില്ല എന്ന് വിചാരിച്ചു. അവനെക്കുറിച്ച് അറിയുന്നവർ എന്ത് പറഞ്ഞു കാണും? ഇവനൊന്നും തുറഞ്ഞു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു കാണും. അത്രത്തോളം വെറുക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നപ്പോൾ യേശുക്രിസ്തു ദൈവപുത്ര എന്ന് പറഞ്ഞാൽ അവൻ്റെ പഴയ വിചാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടു. ഇനി ഒരു രക്ഷയുമില്ല, ഇവൻ്റെ കയ്യിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പിശാചിൻ്റെ ഇതിലിരുന്ന ആ പിശാചിൻ്റെ പിടിയിൽ നിന്ന് തന്നെ അവൻ ആ പിശാചിനെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ രൂപത്തിലേക്ക് ഭാവത്തിലേക്ക് യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്നു എന്ന് കാണാൻ കഴിയും. അത്ര വലിയ മാറ്റമാണ് അവിടെ ഉണ്ടായിരുന്നത്. 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വിചാരിച്ചുള്ള വൈദ്യന്മാരും ഡോക്ടർമാരും നോക്കിയാൽ എനിക്ക് ചികിത്സയിൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. 12 കൊല്ലം
അവിടെ പറയുന്ന കാര്യമാണ്. ആ സ്ത്രീ വളരെയധികം തൻ്റെ സ്വത്തും മുതലും എല്ലാം ഒരുപാട് ചികിത്സയ്ക്കായി വേണ്ടി ചെലവഴിച്ചിട്ട് കൂടി ആ സ്ത്രീയുടെ സൗഖ്യം കിട്ടിയില്ല എന്ന് കാണുന്നു. ഇവിടെ പറയുന്ന കാര്യത്തെ പറയുന്നു, രക്തസ്രാവമുള്ളത് അന്ന് 12 സംവത്സരന്മാരെ രക്തം വരുവോളം സ്രാവമുള്ള എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്താൻ കഴിയാത്ത. അപ്പോൾ ആ നല്ല സ്വത്തും മുതലുമെല്ലാം ഉള്ള ആ സ്ത്രീ ആയിരുന്നു. അവൾ വിചാരിച്ചു സൗഖ്യം കിട്ടുവാൻ, രോഗശാന്തി കിട്ടണം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയേ മതിയാവൂ എന്ന് പറഞ്ഞുള്ള വൈദ്യന്മാർക്കെല്ലാം കൊടുത്തു. അവരാണ് വലുത് എന്ന് വിചാരിച്ച് നടന്നവൾ അവസാനം ഒരു ഗുണവുമില്ലാതെ പോയി എന്ന് കാണാൻ കഴിയും. അവളും അതേപോലെ തന്നെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. വേറെ ഒന്നുമില്ല. അവളെന്ത് ഇനി എങ്ങനെയെങ്കിലും ആ ഒരു തുണിയുടെ അല്ല വസ്ത്രത്തിൻ്റെ അറ്റം തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം കിട്ടും എന്നുള്ള ആ താഴ്ചയിലേക്ക് വന്നു. ഈ 12 സംവത്സരം അവൾക്ക് രോഗമായിട്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു ആ ഭൂമിയിലുണ്ട്, ആ സ്ഥലത്തുണ്ട്. ആ 12 കൊല്ലം അവൾക്ക് യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ അയാളുടെ അടുത്ത് എന്തിന് പോകണമെന്നുള്ള ഒരു ഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ആരെ കൊണ്ടും ഒരു ഗുണവും കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ആ സ്ത്രീ തന്നെ താഴ്ത്തി എത്രത്തോളം എന്തെങ്കിലും ഒരു തുണിയുടെ ഒരു അറ്റം തൊട്ടാൽ മതി എന്നുള്ളത് അത്രയ്ക്ക് താഴ്ന്നു എന്ന് നോക്കുക. ആ താഴ്ചയുടെ ആഴം നമ്മൾ മനസ്സിലാക്കണം. താൻ എത്ര ഉന്നതത്തിൽ ഇരുന്നു എന്നുള്ളതും തന്നേക്കാൾ വലിയ സമ്പത്തുള്ള ആൾക്കാർ വേറെ ഇല്ല എന്നെല്ലാം വിചാരിച്ചിരുന്ന ആൾ അവസാനം യേശു ക്രിസ്തുവിൻ്റെ ആ പുറത്തിൻ്റെ പുറപ്പ് അല്ലെങ്കിൽ തുണി അതിൻ്റെ ഒരു അറ്റം തൊട്ടാൽ മതി, അത്രയേ തൊട്ടുള്ളൂ, അതിന് മേലെ തൊട്ടുമില്ല. ആ ഒരു തുണിയുടെ ഒരു അറ്റം തൊട്ടു. നമ്മൾ റോട്ടിലോ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലും തുണി അത് കാറ്റത്ത് അങ്ങനെ മുഖത്ത് പെടും അല്ലെങ്കിൽ ശരീരത്തിൽ പെടും, അങ്ങനെ ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ എന്ന് വെച്ചേക്കും. പക്ഷേ അതിൻ്റെ ഒരറ്റം തൊടണം എന്നുള്ളതിലേക്ക് താഴ്ന്നു എന്നുള്ളതാണ്. തന്നെ യേശു ക്രിസ്തുവിനെ തൊടണമെന്നോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ വീഴണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു ഇതും തോന്നിയില്ല. ആ വസ്ത്രത്തിൻ്റെ ഒരു തൊങ്ങലെങ്കിലും തൊട്ടാൽ മതി, ചെറുതായിട്ടൊന്ന് എൻ്റെ മേലെ പെട്ടാൽ മതി എന്നുള്ള ഒരിതിലേക്ക് വന്നു എന്ന് കാണാൻ കഴിയും. അവരുടെ താഴ്ച എത്ര വലിയ താഴ്ചയായിരുന്നു അല്ലെങ്കിൽ എത്ര വലിയ താഴ്മ മനോഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ കഴിയാം. ഇവിടെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വേറൊരു കാര്യം കാണാൻ കഴിയും. കാണാതെ പോയ ആടിനെ കുറിച്ചിട്ടുള്ള ഒരു ഉപമ അവിടെ പറയുന്നുണ്ട്. നമ്മൾ നിന്ന് കാണാതെ പോകുന്നു. നമ്മുടെ വീട്ടിലുള്ള എത്ര സാധനങ്ങൾ, എന്തെല്ലാം സാധനങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എത്ര നമ്മൾ തേടിയിട്ടുണ്ട്. സ്വർണ്ണമാണെങ്കിൽ തേടിയിട്ടുണ്ടാവും, അത് തേടിയിട്ടുണ്ടാവും. അരിച്ച് പെറുക്കുക, ഇതൊന്നും കൊണ്ട് പുറത്ത് കൊട്ടാതെ അടിച്ച് വാരി എല്ലാം കൂട്ടി എല്ലാം ശരിക്കും നല്ലപോലെ പെറുക്കി നല്ലപോലെ വിരലൊക്കെ വെച്ച് തടവി നോക്കുക എവിടെ കിടക്കണേ എന്നുള്ളതൊക്കെ. അത് മിക്കവാറുമൊക്കെ ചെയ്യുന്നതാണ്. ശരി പോട്ടെ, 5 റുപ്യയും 10 റുപ്യൻ്റെ കോയിൻസ് പോയി, അല്ല പുതിയ 50 റുപ്യൻ്റെ കോയിൻസ് പോയി, 100 റുപ്യൻ്റെ കോയിൻസ് പോയി എന്നൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആര് നമ്മൾ നോക്കിയിട്ടുണ്ടോ? എവിടെ പോയി എന്ന് പോയിരുന്നത്? പിന്നാൾ നമ്മളവിടെ കേട്ട് 3 സ്പൂണ് കാണാനില്ല എന്ന്. കാണാതെ ആരെങ്കിലും തിരക്കിയോ? തിരക്കിയമാതിരി എനിക്കറിയില്ല, അത് പോയി, 3 സ്പൂണ് പോയി. പോയത് എവിടെയാണ്? നമ്മുടെ വീട്ടിലാണ്. ആരെങ്കിലും തിരക്കിയോ? ഇല്ല. ഞാൻ 3 സ്പൂണ് കാണാനില്ല എന്ന് കേട്ടതാണ് കേട്ടോ. എനിക്ക് കേട്ടതാണ്, അപ്പോൾ അത് ശരിയായിരിക്കും എന്നുള്ളതില്ല ഞാൻ പറയുന്നത്. നോക്കുക, നമ്മുടെ വീട്ടിൽ കാണാതെ പോയതിന് കാണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പോട്ടെ എന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ ഇവിടെ നോക്കുക, തൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. ആ കുറേ ഉള്ളതിൽ നിന്നാണ് ഒന്ന് കാണാതെ പോയത്. തനിക്ക് ഇത്രയധികം ഉണ്ട്, ഒന്ന് പോയാൽ പോട്ടെ എന്ന് പറഞ്ഞിട്ടല്ല അവിടെ വിട്ടത്. ആ ധനിയം അല്ലെങ്കിൽ ആ ധനിയ സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, തൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ട്, അതിൽ നിന്ന് ഒന്നാ പോയത് എന്ന് പറഞ്ഞ് വിട്ടില്ല. അവർ അവിടെ നിന്ന് ഇറങ്ങി ആ താഴ്മ തൻ്റെ ഭാവം മാറ്റി, വലിയവനാണ് എന്നുള്ള ഭാവം മാറ്റി അവൻ ആ ഒന്നിനെ കണ്ടുപിടിച്ച് അടങ്ങൂ എന്നുള്ള വാശിയിൽ അവൻ തെരഞ്ഞ് പിടിച്ചു പോയി അവനെ തിരിച്ചു കൊണ്ടുവരുന്നു. നമ്മളെങ്ങനെയായിരുന്നു? നമ്മളിൽ നിന്ന് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 1 വായിച്ചില്ല, അല്ലെങ്കിൽ ബൈബിൾ വായിച്ചില്ല. ഏറ്റവും ചെറിയ ഉദാഹരണം, രാവിലെയും വായിക്കും, വൈകിട്ട് അല്ലെങ്കിൽ രാത്രിയും വായിക്കുമായിരുന്നു. ആ ഒരു നേരം നമ്മൾ വായിച്ചില്ല. രാവിലെ വായിച്ചു, രാത്രി വായിച്ചില്ല. ആ ഒരു രാത്രി വായിക്കാത്ത നഷ്ടപ്പെട്ടു പോയി നമ്മുടെ നിന്ന്.
അത് നമ്മൾ തിരിച്ചെടുത്തോ? അത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചോ എന്നുള്ളത് നോക്കുക. നമ്മൾ ഇരിക്കുന്നത് ദൈവരാജ്യത്തിലാണ് എന്നുള്ള ഓർമ്മ. അതേപോലെ തന്നെ വേറൊരു കാര്യം നോക്കുക. 16-ാം അധ്യായത്തിൽ പോകുമ്പോൾ ഒരു വിശ്വസ്തത കാണിക്കുന്നുണ്ട്. കുറച്ച് താലന്തുകൾ പല ആൾക്കാർക്കുമായി കൊടുത്ത് നിങ്ങൾ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചോളിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്തു വരുന്നു. അതിൽ നോക്കുമ്പോൾ ദൈവം തൻ്റെ ജീവിതത്തിന് മാറ്റിമറിക്കാൻ വേണ്ടി, താൻ ഉയർച്ച പ്രാപിക്കാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന ഒരു താലന്ത്, അല്ലെങ്കിൽ മുതലാളി കുറേ പൈസ തരുകയാണ്, നീ പോയിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്തോ, ഞാൻ പിന്നെ വന്നിട്ട് ബാക്കി കാര്യം ആലോചിച്ചോളാം എന്ന് പറഞ്ഞു വിടുന്നു. പാവപ്പെട്ട ഒരിതിൽ നിന്നവന് ദൈവം തമ്പുരാൻ ജീവിച്ചു പോ, നന്നായിട്ട് വാ, എന്തെങ്കിലും ജോലി ചെയ്യ് എന്ന് പറഞ്ഞ് കൊടുത്ത് അവനെ അവിടെ നിന്ന് ഉയർത്തുകയാണ്. ആ ഉയർത്തുവൻ നോക്കുക, പലരും ഉയർന്നു, തങ്ങളുടെ പഴയ പദവിയിൽ നിന്ന് ഉയർന്ന പദവിയിലേക്ക്, ആ താഴ്ചയിൽ നിന്ന് ഉയർന്നു. അതിൻ്റെ മുതലാളി വന്നപ്പോൾ, തിരികെ വന്നപ്പോൾ ആ ഉയർച്ച ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് വിചാരിക്കാതെ ദൈവസന്നിധിയിൽ തന്നവന് തന്നെ ആ മുതലാളിക്ക് പലിശ അടക്കം തിരിച്ചു കൊടുക്കുകയാണ്. ദാ നീ എനിക്ക് ഇത്ര തന്നു, ഞാൻ ഇത്ര ഉണ്ടാക്കി എന്നാ എന്ന് പറഞ്ഞിട്ട് അവിടെയും കിട്ടിയത് വെച്ച് താൻ വലിയവനാണ് എന്ന് ഭാവം കാണിക്കാതെ ആ തന്നവന് അത് തിരിച്ചു നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവൻ്റെ കീഴിലേക്ക് പോകുന്നു എന്ന് കാണാൻ കഴിയും. അവിടെയും താൻ ഉയർന്നു എന്നുള്ള അത് വിചാരിക്കാതെ, താൻ ഉയർച്ചയിലേക്ക് വന്നു എന്നുള്ളത് വിചാരിക്കാതെ, ആ ഉയർച്ചയിലേക്ക് കാരണക്കാരനായ വന്നപ്പോൾ അവൻ്റെ കീഴിലേക്ക് തന്നെ താഴ്ത്തി കൊടുക്കുന്നു എന്ന് കാണാൻ കഴിയും. അതിന് കൂടെ തന്നെ വേറെ ഒരുത്തൻ അവിടെയുണ്ട്. അവനോട് പറയുന്നു, അവൻ ഒന്നും ചെയ്തില്ല, മിണ്ടാതെ ഇരിക്കുന്നു. അവനോട് പറഞ്ഞു, ഇത്രത്തോളം എനിക്ക് ചെറിയ ഒരു കാര്യത്തിന് ഒരു വിശ്വസ്തനായിട്ട് ഇരിക്കുന്നില്ല എങ്കിൽ നിന്നെ ഞാൻ എന്ത് കാര്യം വലുത് തരും. അതായത് മിക്കവാറും ഇരിക്കുന്ന ആൾക്കാർ, ഓ കിട്ടിയത് മതിയെന്ന്, ഓ ഇനിയിപ്പോൾ എന്താ കിട്ടാണ്, ഇത്ര കൊല്ലമായിട്ട് ഇരിക്കുന്നത്, ആവും ഇനിയിപ്പോൾ അതൊക്കെ മതി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഇന്ന് മിക്കവാറുമുള്ള ആൾക്കാരുടെ അവസ്ഥ. ഓ പിന്നെ ഇത്ര കാലമായി, അതിപ്പോൾ എന്താണ് കിട്ടാത്തത്, എല്ലാതും കിട്ടിക്കഴിഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ കൈയും കാലും നീട്ടിയിരിക്കുകയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് മിക്കവാറും ആൾക്കാരുടെ അവസ്ഥ. കുറേ കാലമായി സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ ആയിട്ട് ഇവിടെ വന്ന് പ്രസംഗിച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട് മതിയെന്ന്, ഇനിയിപ്പോൾ ഇതൊന്നും വയ്യ, ഒക്കെ മതിയെന്ന് എന്നുള്ളൊരവസ്ഥ, ഈ താഴ്ചയിലേക്ക് വീഴുന്ന അവസ്ഥ. ഇതാണ് ഇന്ന് മിക്കവാറും ആൾക്കാർ. ആ മനോഭാവം മാറിയിട്ടില്ല. ഇത്രത്തോളം ദൈവം നമ്മെ ഉയർത്തി എന്നുള്ള ആ വിചാരം നമ്മൾ മറന്നുകൊണ്ട് നമ്മൾ താഴ്ചയിലേക്ക് വീണു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ ഭാവത്തിലാണ് ഇന്ന് മിക്കവാറുമുള്ള വിശ്വാസ സമൂഹങ്ങളുള്ളത് എന്നുള്ളത് യാതൊരു സംശയമില്ല. അത് നോക്കിയിട്ട് വേറൊന്നുണ്ട്, അവിടെ പറയുന്ന കാര്യമാണ്, 18-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ ഉയർച്ചയിലേക്ക് പോകാനും ആ ഉയർച്ചയിൽ നിലനിൽക്കണമെങ്കിലും ശിശുക്കളെ പോലെ ആകണം എന്നാണ് അവർ പറയുന്നത്. ദൈവം തമ്പുരാൻ പറയുന്നത്, ശിശുക്കൾക്കൊരു പ്രത്യേകതയുണ്ട് ഇല്ലേ? നമുക്കറിയാം, കള്ളം കപടമില്ലാത്ത ഒരിത്, ആരിതായാലും ശരി സ്വീകരിക്കും, ആരുടെ കയ്യിലേക്ക് പോയാലും അവിടെ ഇരിക്കും, വലിയ പ്രയാസമൊന്നും ഉണ്ടാക്കാതെ വളരെ ആ ശിശുവിനെ കയ്യിലെടുക്കുന്നവർക്കും സന്തോഷമായിരിക്കും. അതാണ് അവിടെ പ്രത്യേകത. ആർക്കും തന്നെ ശിശുവിന് ഇഷ്ടമല്ലാത്തവർ ഈ ഭൂമിയിൽ ആരുമില്ല. സ്ത്രീ പുരുഷ സമൂഹം എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ ആ കയ്യിലെടുത്തിരിക്കുന്നതിൻ്റെ മുഖമൊന്ന് കാണണം. എൻ്റെ മുഖം മാതിരി ഒന്നല്ല, ആ മുഖം ഒന്ന് കണ്ടാൽ തന്നെ നമുക്ക് ഈ കാണുന്ന ആൾക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. അതാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ആ ശിശു മാറ്റി നിർത്ത്, ആ കുഞ്ഞിനൊന്നും തുറന്ന് ഇതോ അതില്ല. ആ ശിശുവിനെ എടുത്ത് ഇരിക്കുമ്പോൾ ആ ശിശുവിനെ താങ്ങിക്കൊണ്ടിരിക്കുന്നവൻ്റെ മുഖം നോക്കണം. ആ മുഖത്തിലുള്ള ഒരു സന്തോഷം, ഒരു പ്രസന്നത,
അതാണ് നമ്മുടെ മുഖത്തിലുണ്ടാകുന്നത്. ആ ചിന്ത അല്ലെങ്കിൽ ആ ഭാവമാണ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത്. പക്ഷേ ആ ഭാവം നമ്മളിൽ വരുന്നുണ്ടോ? അതിനേക്കാൾ വലിയ ഒരു ഉന്നത ഭാവത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ഛായലാണ് ഈ മുഖം എന്നുള്ളത് നമ്മളെ മറന്നു പോകുന്നു. ആ കുഞ്ഞിൻ്റെ മുഖത്തേക്കാൾ ഈ ദൈവത്തിൻ്റെ ഛായയിലാണ് എൻ്റെ മുഖം അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ആ ഒരു ഭാവത്തെ നമ്മൾ മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് വേണം. അതേപോലെ തന്നെ അടുത്ത് നോക്കുന്ന ചുങ്കക്കാരൻ സക്കായി ഉണ്ട്. ചുങ്കക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെ അവൻ ക്രിസ്ത്യാനിയല്ല, ക്രിസ്തുവിൻ്റെ വിശ്വാസികളല്ല, അവനൊരു ജാതിയിൽപ്പെട്ടവനാണ്, ഒരു പിശാചിൻ്റെ മകൻ തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവനും ഒന്ന് തോന്നി, നോക്കുക, താൻ ചുങ്കക്കാരൻ അവനെ അടിച്ച് പിടിച്ച് പറിക്കുന്ന ഗുണ്ടായേക്കാൾ ഗുണ്ടയാണ് നാട്ടുകാരോട് ചുങ്കം പിരിക്കുന്ന കാര്യത്തിൽ. അത് താഴെ നമ്മൾ വായിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവും. അവനുണ്ട് യേശു ക്രിസ്തു എന്ന സമയത്ത് എന്നാൽ പിന്നെ ഇയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കാണാമല്ലോ എന്ന്. അവൻ കാണാത്ത ആൾക്കാരാണ്. പക്ഷേ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ സമയത്ത് അവന് തോന്നി എന്നെ ഒന്ന് കാണണം എന്നുള്ളത്. ആ ചുങ്കക്കാരനാണ്, താൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നവനാണ്, തനിക്ക് കീഴിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഇതെല്ലാം ആൾബലമുണ്ട്, ധനമുണ്ട്, ആൾബലമുണ്ട് എന്നുള്ളതാണ്. ഈ യേശു ക്രിസ്തുവിനെ ഒന്ന് കാണണം പറഞ്ഞ് ഈ മരത്തിൽ വലിച്ചു കയറേണ്ട വല്ല ആവശ്യമുണ്ടാകും. അപ്പോൾ അവൻ്റെ ഭാവം എന്തായിരുന്നു? താൻ വലിയവനായിരുന്നു എന്നുള്ള ഭാവമാണ്. പക്ഷേ ഈ യേശു ക്രിസ്തുവിനൊന്ന് കാണണം തോന്നിയപ്പോൾ അവൻ്റെ ഭാവം തന്നെ വെടിഞ്ഞു മരത്തിൽ കയറണമൊക്കെ കണ്ടീഷനിലേക്ക് അവനെ താഴ്ത്തി. എനിക്ക് തോന്നുന്നില്ല ഒരു വലിയ കാശുകാരനും വലിയൊരു ഉദ്യോഗസ്ഥനും വലിയ ഒരുത്തനായിട്ട് പൈസൻ്റെ ഇടപാടിലൊക്കെ നടക്കുന്നവൻ റോഡിൽ പോണ ഒരുത്തനെ കാണണം കൊണ്ട് മരത്തിൽ കയറുന്നുള്ളൂ, എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവിടെ കയറി എന്ന് പറയുമ്പോൾ അവൻ എത്രത്തോളം ഉയർന്ന സ്ഥാനത്ത് നിന്ന് അത് മറന്നുകൊണ്ട് താൻ താഴെ ഇറങ്ങി വന്നു എന്നുള്ളതാണ് വലിയ പ്രസക്തമായ. ആ താഴെ ഇറങ്ങി വന്നതുകൊണ്ട് അവന് ലഭിച്ച അനുഗ്രഹം എന്താണ് എന്ന് നോക്കണം. ആ അനുഗ്രഹം കൊണ്ട് നാട്ടുകാർക്ക് എന്ത് അനുഗ്രഹം കിട്ടി എന്നുള്ളത് നോക്കണം. അവൻ്റെ വീട്ടുകാർ രക്ഷപ്പെട്ടു. മാത്രമല്ല അവൻ പറയുന്നു അവൻ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ അതിനൊക്കെ ഇരട്ടിയായി കൊടുത്തോളാം ഞാനെന്ന്. അപ്പം നാട്ടുകാരും ചേർന്ന് അനുഗ്രഹം പ്രാപിച്ചു. ഒരുത്തൻ്റെ താഴ്ചയിൽ അല്ലെങ്കിൽ അവൻ്റെ ഭാവം മാറ്റി താൻ ഉയർന്നവനാണ് എന്നുള്ള ഭാവം മാറി താഴ്ന്നവൻ എന്നുള്ള ആ ഭാവത്തിലേക്ക് വന്നു. യേശു ക്രിസ്തുവിലേക്ക് അടുത്തപ്പോൾ അവൻ്റെ ഭാവം തന്നെ മാറി. ആ കൊള്ളയും പലിശയും വാങ്ങിക്കൊണ്ടിരുന്നവൻ അവൻ സ്വയം ഞാൻ ബാക്കി അവർക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അവൻ്റെ ഭാവം എത്രത്തോളം മാറി എന്ന് നോക്കുക. അത് ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ ആയിരുന്നില്ലേ? ക്രിസ്തുവിൻ്റെ ഭാവം അത് തന്നെയല്ലേ വേണമെന്ന് പറഞ്ഞത്? ചുങ്കക്കാരൻ്റെ ഭാവമല്ലല്ലോ ക്രിസ്തു നമ്മളിൽ കാണണമെന്ന് ആഗ്രഹിച്ച്. അതേപോലെ തന്നെ വേറൊരു കാര്യത്തിലേക്ക് കൂടി വരിക, ഞാൻ അവസാനിപ്പിക്കാം. അതിനുള്ളിൽ ഇവിടെ ഇത്രയും വലിയ ഭാവങ്ങളെല്ലാം തൻ്റെ മനസ്സ്, ഭാവം മീൻസ് മൈൻഡ്, ഞാൻ അതിനെക്കുറിച്ച് മാത്രമാണ്, അല്ലാതെ അതിൽ വരുന്ന വ്യത്യാസങ്ങളല്ല പറയുന്നത്. അപ്പോൾ ഈ അവിശ്വാസികളും ആണ് മുഴുവൻ വന്നത്. ഈ അവിശ്വാസികളുടെ ഭാവം തന്നെ അവർക്ക് ആദ്യമുണ്ടായിരുന്ന ഭാവം എന്തായിരുന്നു? അത് നിന്ന് ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവർ എന്ത് ഭാവത്തിലാണ് വന്നത്, ആ എന്ത് ഭാവത്തിലാണ് അവർ ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യം വളരെ പ്രസക്തം. എന്നാൽ ഇതിനൊക്കെ വലിയ വലിയ ആൾക്കാർ, ഇതിനേക്കാൾ വലിയ ആൾക്കാരുണ്ടായിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവമാണ് വലുത്, ദേവാലയമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന അനേകർ അവിടെ ഉണ്ടായിരുന്നു. ശാസ്ത്രിമാരും പുരോഹിതന്മാരും എന്ന് പറയുന്ന വലിയ ആൾക്കാരുണ്ടായിരുന്നു. ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ പള്ളിയിൽ അച്ഛനോ അല്ലെങ്കിൽ കപ്പിയാരോ അല്ല എന്നാ അതിന് ബിഷപ്പുമാരോ അങ്ങനെയുള്ള പല ആൾക്കാരെന്ന് പറയാം. അത്ര വലിയ ആൾക്കാർ അല്ലെങ്കിൽ പൂജാരിമാർ, പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാകും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് ദേവാലയമാണ് വലുത് എന്നുള്ളതായിരുന്നു. ആ ദേവാലയത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് വലുത് എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന് ഉയർന്ന ഒരു മനനിലയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഭാവത്തിലുണ്ടായിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യരുള്ള ആ സ്ഥലത്തെക്കുറിച്ച് യേശു പറഞ്ഞു, ആ ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്കറിയാം അല്ലേ, കല്ലിൻ്റെ മേൽ കല്ലില്ലാതെ നാശമായിട്ട് പോകും പറഞ്ഞു. അവർ സഹിച്ച് കാണുമോ എന്ന് എനിക്കറിയില്ല. ഇത് കേട്ട ആ പുരോഹിതന്മാരും ശാസ്ത്രിമാരും ആയിക്കോട്ടെ, മറ്റു ഉദ്യോഗസ്ഥന്മാർ, ദേവാലയത്തിൽ കാവൽ കാക്കുന്ന ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, അവർ നോക്കടാ
ഈ ദേവാലയം, ഇത്ര വലിയ ദേവാലയം, ഈ ദേവാലയത്തിൻ്റെ മേലെ കല്ലിൻ്റെ മേലെ കല്ലില്ലാതെ ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്നു പോകുമെന്ന് പറഞ്ഞ് ഇയാൾ നോക്ക് എന്ന് പറഞ്ഞു കാണും. യേശുവിനെ കുറിച്ച് അവമതിച്ച് കാണും, അപമാനപ്പെടുത്തി കാണും. പക്ഷേ ദിവസങ്ങൾ കടന്നപ്പോൾ അതിൽ നിന്നുള്ള പുരോഹിതന്മാരും ശാസ്ത്രിമാരും തന്നെ യേശുവിൻ്റെ പിന്നാലെ തങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് ഞങ്ങൾ ഉയർന്നവരാണ് എന്നുള്ള ഭാവം വെടിഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ കടന്നു വന്നു എന്നുള്ളത് കാണാൻ കഴിയും. ഇത് തന്നെയാണ് ഇന്ന് നമുക്ക് ചുറ്റുള്ളത്. പല ദേവാലയങ്ങളുണ്ട്, പലവിധമായിട്ടുള്ള ആചാരങ്ങളുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് ഇന്ന് അതൊക്കെയാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ആൾക്കാർ വിശ്വാസ ഗോളത്തിൽ തന്നെയുണ്ട്. വിശ്വാസികളുടെ ഗോളത്തിൽ ദൈവരാജ്യത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവരുടെ ഇടയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവിടെയും ദൈവം പ്രസാദിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രസാദം പറഞ്ഞത് ആ ഒരു ദേവാലയത്തെക്കുറിച്ചല്ല, ആ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവനെ കുറിച്ച് മാത്രമാണ് ദൈവത്തിൻ്റെ പ്രസാദം. ആ ദേവാലയത്തെ നമ്മൾ ഒഴിച്ചു വിട്ട് ആ ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ദൈവത്തിന് പ്രസാദമുള്ളൂ എന്നുള്ള കാര്യം, യഥാർത്ഥമായിട്ടുള്ള പ്രസാദം ദൈവത്തിന് അതിലാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അല്ലാതെ ലോകപ്രകാരമുള്ള കാര്യങ്ങളിൽ കൂടി ഞാൻ ഉന്നതനാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മൾ ആ പഴയ വിചാരം കൊണ്ട് എന്നേക്കാൾ വലിയവൻ ആരുമില്ല, എല്ലാവരേക്കാളും വലിയവനാണ് ഞാൻ, വിൽസൺ വർഗീസിനേക്കാൾ ഭയങ്കര ഗംഭീരനാണ് ഞാൻ എന്നുള്ള ഒരു വിചാരം കൊണ്ടാണ് ഞാനിരിക്കുന്നത് എങ്കിൽ ഇത് വലിയൊരു വട്ടപൂജ്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന ഒറ്റ കാര്യമുണ്ട്. ആ കാര്യം തന്നെയാണ് നമുക്കേവർക്കുമുള്ളത്. നമുക്കേവർക്കെന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികൾക്കും ആവശ്യമായിട്ടുള്ളതും വേണ്ടതും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അത് നമുക്കറിയാവുന്ന കാര്യം, പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും കൂടി നിൻ്റെ ദൈവത്തെ ആരാധിക്കുക. ഇവിടെ നമുക്ക് ഇല്ലാതെ പോയ കാര്യമുണ്ട്. ഭക്തിയുണ്ട്, ആത്മാവുണ്ട്, ശക്തിയുണ്ട്, ബലമുണ്ട്.